നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. നഗരസഭാ പരിധിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കല്യാണത്തണ്ടിൽ കൂടിയാലോചനയില്ലാതെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് എം സമരത്തിലേക്ക്. കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും നഗരസഭാ കൗൺസിലർ PM നിഷാമോളും നഗരസഭ ഓഫീസ് പടിക്കൽ ഉപവാസ സമരം നടത്തും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. നഗരസഭാ പരിധിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കല്യാണത്തണ്ടിൽ കൂടിയാലോചനയില്ലാതെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് എം സമരത്തിലേക്ക്. 25 രാവിലെ 10 മുതൽ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും നഗരസഭ കൗൺസിലർ PM നിഷാമോളും നഗരസഭ ഓഫീസ് പടിക്കൽ ഉപവാസ സമരം നടത്തും. 31, 32 വാർഡുകളുടെ അതിർത്തി പ്രദേശമായ കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ 60 സെന്റ് സ്ഥാപിക്കാനാണ് നഗരസഭാ ഭരണസമിതി ഏകപക്ഷീയമായി തീരുമാനമെടുത്തത്. 16-ാം വാർഡ്, 19-ാം വാർഡ്, അങ്ങനെ കട്ടപ്പന നഗരസഭയിലെ വിവിധ പ്രദേശങ്ങൾ വെറുതെ കിടക്കുന്ന സ്ഥലമുള്ളിടത്തല്ല. ആ സ്ഥലത്തൊന്നും ഇത് ആൾക്കാരുടെ എതിർപ്പിനെ കൊണ്ട് അത് നടത്താൻ പറ്റിയില്ല. ഉടനെ ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് നഗരസഭയുടെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ആരും അറിയാതെ കല്യാണത്തണ്ട് 31, 32 വാർഡുകളിൽ ഇവിടുത്തെ പ്രദേശത്ത് ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി 60 സെന്റ് സ്ഥലം റവന്യൂ വകുപ്പിൽ നിന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അത് ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളോടും ആ പ്രദേശത്തോടും ചെയ്യുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്ന കല്യാണത്തണ്ടിൽ ഇത്തരം ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചാൽ ആ പ്രദേശത്തിന്റെ വികസനത്തിന് മുരടിപ്പുണ്ടാകും. അതുപോലെ തന്നെ ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു കയറാൻ വരാത്ത അവസ്ഥ ഉണ്ടാകും. നമുക്കറിയാം പുളിയമല അല്ലെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. അത്തരം ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പൊ കട്ടപ്പന നഗരസഭ തന്നെ കഴിഞ്ഞ 5 വർഷമായി കല്യാണത്തിന്റെ ടൂറിസം പ്രൊജക്ടിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടിരിക്കുക. അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം അത് നഗരസഭ അത് ഉപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവിടെ നമ്മുടെ ശിവക്ഷേത്രമുണ്ട്, അതിനോട് ചേർന്ന് കുരിശുമലയുണ്ട്. അവിടെയൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ വിശേഷ ദിവസങ്ങളിലും എല്ലാ മാസാദ്യ തിങ്കളാഴ്ചകളിലുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ആ അമ്പലത്തിലും കുരിശുപള്ളിയിലും ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം മൂടി വെച്ചുകൊണ്ട് ഗവൺമെന്റുമായിട്ട് ആലോചിക്കുക പോലും ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം വില്ലേജ് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ടൂറിസത്തിന്റെ കാര്യമായിട്ട് വില്ലേജ് ബന്ധപ്പെട്ടപ്പോഴാണ് വേറൊരു സ്ഥലവും കട്ടപ്പന നഗരസഭയ്ക്ക് റവന്യൂ വകുപ്പ് കൊടുത്തിട്ടില്ലെന്നും ഇങ്ങനെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി റവന്യൂ വകുപ്പിന്റെ കൈവശം വെച്ചുകൊണ്ട് തന്നെ കട്ടപ്പന നഗരസഭയ്ക്ക് 60 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടെന്ന്. ഇക്കാര്യം വാർഡ് കൗൺസിലർമാരെ അറിയിച്ചിരുന്നില്ല. പ്ലാന്റ് സ്ഥാപിച്ചാൽ കല്യാണത്തണ്ടിലെ ടൂറിസത്തിന് തിരിച്ചടിയാകും. നിരവധി സഞ്ചാരികളാണ് ഇവിടെ ദിവസവും എത്തുന്നത്. കൂടാതെ മേഖലയിലെ ശുദ്ധജല സ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമാക്കപ്പെടും. പ്ലാന്റ് സ്ഥാപിക്കാനുള്ള തീരുമാനം നഗരസഭ ഉപേക്ഷിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റും കൗൺസിലറുമായ ഷാജി കൂത്തോടിയിൽ, നേതാക്കളായ ബെന്നി കല്ലുപുരയിടം, ബിനോയ് മണിമല, ബിനീഷ് ചാണ്ടി, സാവു പുത്തൻവീട്ടിൽ, PM നിഷാമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.